അടുത്ത definition ആണ് critical point. An interior point of the domain of a function f where f dash is 0 or undefined is a critical point of f. അപ്പോൾ ഒരു critical point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഡൊമൈനിന്റെ അകത്തുള്ള ഒരു ഇന്റീരിയർ പോയിന്റ് ആണ്. അവിടെ എന്താണ് പ്രത്യേകത? ഒന്നുകിൽ എഫ് ഡാഷ് അറ്റ് ദാറ്റ് പോയിന്റ് 0 ആണ്, എഫ് ഡാഷ് അറ്റ് ദാറ്റ് പോയിന്റ് 0 ആണ്, അല്ലെങ്കിൽ എന്താണ് അൺഡിഫൈൻഡ് ആണ്. അങ്ങനെയുള്ള പോയിന്റുകളെ, അതായത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഡൊമൈനിന്റെ അകത്തുള്ള ഒരു ഇന്റീരിയർ പോയിന്റ്, ആ പോയിന്റ് പ്രത്യേകത എന്താണ്? ഒന്നുകിൽ ആ ഒരു പോയിന്റിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ പോയിന്റില് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്തിട്ടില്ല? ഡിഫൈൻഡ് ആയിട്ടില്ല. അപ്പൊ ഒന്നുകിൽ എഫ് ഡാഷ് 0 അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സിനെയാണ് എന്ത് പറയാ? ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് റിമാർക്ക് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഓൺലി ഡൊമൈൻ പോയിന്റ്സ് വേർ എ ഫംഗ്ഷൻ ക്യാൻ അസ്യൂം എക്സ്ട്രീം വാല്യൂസ് ആർ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആൻഡ് എൻഡ് പോയിന്റ്സ്. അതായത് എന്താണ്, ഒരു ഫംഗ്ഷന്റെ എക്സ്ട്രീം വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? ഒന്നുകിൽ എൻഡ് പോയിന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. ഇതിന്റെ മുമ്പത്തെ തിയറത്തിൽ നിന്നുള്ള ഒരു റിമാർക്ക് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, y ഈക്വൽ ടു എക്സ് ക്യൂബ്. y ഡാഷ് എന്താണ്? 3x² ആണ്. x ഈക്വൽ ടു 0 y ഡാഷ് എന്താണ്? 0 ആണ്, അല്ലെ? y ഡാഷ് 0 ആണ്, കാരണം y ഡാഷ് എന്താണ്? 3x² ആണ്, ഡെറിവേറ്റീവ് 3x² ആണ്. x 0 ആകുമ്പോൾ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. പക്ഷെ എന്താണ്, x ഈക്വൽ ടു 0 അപ്പൊ എന്താണ്? ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പക്ഷെ ഈ ഗ്രാഫ് നോക്കൂ നിങ്ങൾ, x ഈക്വൽ ടു 0 എന്തെങ്കിലും എക്സ്ട്രീം പോയിന്റ്സ് ഉണ്ടോ? ഇവിടെ മാക്സിമം മിനിമം ഒന്നുമില്ല. ഇത് വരച്ചപ്പോൾ ഇതിന്റെ കറക്റ്റ് ഇതാകുക, ഇവിടെ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാണ് ഉണ്ടാവുക. അവിടെ എന്ത് നമുക്ക് പറയാൻ പറ്റില്ല? മാക്സിമം മിനിമം ഒന്നുമില്ല. അപ്പൊ അതെന്തില്ല? എക്സ് ഈക്വൽ ടു 0 എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, പക്ഷെ ഇതിനെന്തില്ല? എക്സ്ട്രീം അല്ല. എക്സ് ഈക്വൽ ടു 0 എക്സ്ട്രീം അല്ല. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് y ഈക്വൽ ടു എക്സ് റൈസ് ടു 1/3. എക്സ് റൈസ് ടു 1/3. അപ്പൊ y ഡാഷ് എന്താ വരിക? 1/3 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 2/3. അപ്പൊ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്താണ്? ഡെറിവേറ്റീവ് ഡിഫൈൻഡ് അല്ല. എക്സ് ഈക്വൽ ടു 0 ഡെറിവേറ്റീവ് ഡിഫൈൻഡ് അല്ല, 1/∞ എന്നുള്ള രീതിയിലേക്ക്, 1/0 എന്നുള്ള രീതിയിൽ മാറും. അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പക്ഷെ എന്താണ്, y ഈക്വൽ ടു എക്സ് റൈസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്തില്ല? എക്സ് ഈക്വൽ ടു 0 എക്സ്ട്രീമം പോയിന്റ്സ് ഒന്നുമില്ല. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് ആയി എന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടാവില്ല? എക്സ്ട്രീം ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എക്സ്ട്രീം ആവാൻ ചാൻസ് ഉള്ള പോയിന്റുകൾ ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ പോയിന്റ്സും എൻഡ് പോയിന്റ്സും ആണ് എന്നുള്ളതാണ് അതിന്റെ റിമാർക്കിൽ പറഞ്ഞത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ഓൺ -2 എന്ന് പറയുന്ന ഇതിലുള്ള അബ്സല്യൂട്ട് മാക്സിമയും മിനിമം കണ്ടുപിടിക്കണം. എങ്ങനെയാ മാക്സിമം മിനിമം കണ്ടുപിടിക്കുക? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആണ്, എഫ് ഡാഷ് എക്സ് കാണാൻ 2x കിട്ടും. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സുകൾ ഏതാണ്? എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. പിന്നെ എൻഡ് പോയിന്റ്സ് ഏതൊക്കെയാണുള്ളത്? -1ഉം 1ഉം ആണ് എൻഡ് പോയിന്റ്സ്. അപ്പൊ എക്സ്ട്രീമംസ് എവിടെയൊക്കെയാണ് ഉണ്ടാവുക? ഈ 3 പോയിന്റിലാണ് എക്സ്ട്രീം ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ ഈ 3 പോയിന്റിൽ എന്ത് കാണാം? ഫംഗ്ഷൻ വാല്യൂ കാണാം. എഫ് ഓഫ് 0 കാണാം, എഫ് ഓഫ് -2 കാണാം, എഫ് ഓഫ് 1 കാണാം. എന്ത് കിട്ടി? ഒന്ന് 0 ആണ്, ഒന്ന് 4 ആണ്, 1 ആണ്. എക്സും ഏറ്റവും മാക്സിമം എവിടെയാണ് വരുന്നത്? ഫംഗ്ഷൻ വാല്യൂ 4ലാണ്, അല്ലെ? 4 ആണ് മാക്സിമം ഫംഗ്ഷൻ വാല്യൂ. 4 അറ്റൈൻ ചെയ്യുന്ന എവിടെയാണ്? -2 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ എന്താണുള്ളത്? അബ്സല്യൂട്ട് മാക്സിമം എവിടെയാണ്? അബ്സല്യൂട്ട് മാക്സിമയുടെ വാല്യൂ 4 ആണ്, അത് അറ്റൈൻ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുപോലെ മിനിമം ഏതാ വരുന്നത്? അല്ലെ, ഇവിടെ 1 ഉണ്ട്, 0 ഉണ്ട്, ഇതാണ് മിനിമം വരുന്നത്. അപ്പൊ അത് അറ്റൈൻ ചെയ്യുന്ന എവിടെയാണ്? 0ലാണ്, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലാണ് അബ്സല്യൂട്ട് മിനിമം അറ്റൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, ഈ ഫംഗ്ഷൻ കൺസിഡർ g of t ഈക്വൽ ടു 8t മൈനസ് t റൈസ് ടു 4 ഡിഫൈൻ ചെയ്തേക്കുന്ന ഏതാണ്? -2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ, -1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന g of t ഈക്വൽ ടു 8t മൈനസ് 4 എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ g ഡാഷ് t എന്ന് കിട്ടും 8 മൈനസ് 4 t ക്യൂബ് കിട്ടും. അതായത് t ക്യൂബ് ഈക്വൽ ടു 2, t ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും, അല്ലെ? അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ t ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 എന്താണ്? ഈസ് നോട്ട് ഇൻ ദ ഗിവൺ ഡൊമൈൻ. കാരണം എന്താ? ക്യൂബ് റൂട്ട് ഓഫ് 2 എത്ര വരിക? എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് വരിക. നമുക്ക് ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെയാണ്? -2 1 ആണ്. അപ്പൊ ആ പോയിന്റ് എവിടെയാണ്? നമ്മുടെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഡൊമൈനിന്റെ പുറത്താണ്. അതുകൊണ്ട് അതെന്തല്ല? ഒരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ല. അപ്പൊ നമ്മുടെ പിന്നെ എന്തേ ചാൻസ് ഉള്ളൂ? എൻഡ് പോയിന്റ്സിൽ മാത്രമേ ചാൻസ് ഉള്ളൂ, അല്ലെ? എൻഡ് പോയിന്റ്സ് g of -2 ഈക്വൽ ടു -32 കിട്ടും, g of 1 ഈക്വൽ ടു 7 കിട്ടും. അപ്പൊ അബ്സല്യൂട്ട് മിനിമം എവിടെ വരും?
-32ലും അബ്സല്യൂട്ട് മാക്സിമം 7ലും, അതായത് അത് അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് -2 1 എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 2/3 ഡിഫൈൻ ചെയ്തേക്കുന്ന ഇന്റർവെല്യൂ -2 3 എഫ് ഡാഷ് എക്സ് 2/3 ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് കിട്ടും. അത് 0 ആവുന്ന പോയിന്റ്സ് ഏതാണ്? ഏതെങ്കിലും ഉണ്ടോ? ഈ ഒരു വാല്യൂ 0 ആവും. അങ്ങനെയുള്ള എക്സിന്റെ വാല്യൂ ഏതാണ്? ഈ -2ന്റെയും 3ന്റെയും ഇടക്ക് അങ്ങനെ ഒരു പോയിന്റ് ഇല്ല അല്ലെ. അതുകൊണ്ട് എന്താണ് എഫ് ഡാഷ് എക്സ് ഹാസ് നോ സീറോസ്. അപ്പൊ എന്താണ് എഫ് ഡാഷ് എക്സ് ഈസ് പക്ഷെ എന്താണ് 0 ഇല്ല. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് ഇല്ല. പക്ഷെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റോ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഡാഷ് എക്സ് എന്തല്ല, ഡിഫൈൻഡ് അല്ല, അൺഡിഫൈൻഡ് ആണ്. അപ്പൊ എന്താണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അതുപോലെ അതിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. എൻ പോയിന്റ്സ് -2 3 ആണ് എൻ പോയിന്റ്സ്. അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂസ് ഇതാണ്. അപ്പൊ അതിൽ അബ്സല്യൂട്ട് മാക്സിമം ഏതാ വരിക? ഇതിലെ ഏറ്റവും മാക്സിമം വാല്യൂ ക്യൂബ് റൂട്ട് ഓഫ് 9 ആണ്, 2.08 വരും. അത് അറ്റൈൻ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 3ലാണ്. അതുപോലെ അബ്സല്യൂട്ട് മിനിമത്തിന്റെ വാല്യൂ 0 ആണ്, അത് അറ്റൈൻ ചെയ്യുന്നത് 0ലാണ്. അപ്പൊ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കി വരിക. കൂടുതൽ പ്രോബ്ലംസ് എക്സസൈസ് ആയിട്ട് ചെയ്ത് നോക്കുക.